മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. സ്നേഹമുള്ള പൊന്നുതമ്പുരാനെ, അങ്ങയുടെ കരുണ ഈ ദേവാലയത്തിൽ നിന്നും മരണമടഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന സകല ആത്മാക്കളുടെ മേലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധവും പരിപാവനവുമായ ഈ ദേവാലയത്തിലൂടെ സഞ്ചരിച്ച അവരുടെ പാദങ്ങളെ നിത്യപ്രകാശത്തിൽ സഞ്ചരിക്കുവാനിടയാക്കണമേ. ദേവാലയത്തിൽ നിന്റെ സ്തുതിഗീതങ്ങൾ കേട്ട ഇവരുടെ കാതുകൾ, കർത്താവേ, നിന്റെ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. അനന്തമായ നിന്റെ കരുണ കണ്ട ഇവരുടെ കണ്ണുകൾ, കർത്താവേ, നിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം കാണുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിൽ നിന്നും മരണമടഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന സകല ആത്മാക്കളെയും, ഇവിടെ ശുശ്രൂഷ ചെയ്ത് കടന്നുപോയ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ആത്മാക്കളെയും കർത്താവേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നിരവധിയായ അവരുടെ പാവങ്ങളുടെ നിന്ന് മുഖം മറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതകാലത്ത് അവർ ചെയ്ത സൽക്കർമ്മങ്ങളുടെ യോഗ്യതയാലും പങ്കുകൊണ്ട വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലും കർത്താവെ, നീതിമാന്മാർക്കായി സജ്ജമാക്കപ്പെട്ട സ്വർഗീയ ഇടത്തിലേക്ക് ഈ ദേവാലയത്തിൽ നിന്നും മരണമടഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന സകല ആത്മാക്കളെയും പ്രവേശിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.